ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു സെയിൽ പ്ലാന്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഇൻഡോറാണ്. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാം. എന്നാലും ഇത് തികച്ചും പക്ക ഇൻഡോറായി വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അതുപോലെ നല്ല ഹൈറ്റിലും നമുക്ക് കുറ്റിച്ചെടിയായിട്ടും ഷോർട്ടായിട്ടും ഒക്കെ എങ്ങനെ വേണോ നിർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഓരോരുത്തരുടെയും കലാവാസന അനുസരിച്ച് ഈ ചെടീനെ നമുക്ക് നല്ല ഭംഗിയുള്ളതാക്കി മാറ്റാൻ കഴിയും കേട്ടോ. ചൈന ഡോൾ എന്നാണ് ഈ ചെടിയുടെ പേര് വരുന്നത്. പിന്നെ ആൾക്കാരെല്ലാം ചെടിയെന്നോ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ല എന്താ പറയുക, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഇൻഡോറൊക്കെ മനോഹരമാക്കണമെങ്കിൽ, ഇതുപോലുള്ള ചെടികളൊക്കെ വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. സ്ക്രീനിൽ കൂട്ടുകാരെ, എൻ്റെ അടുത്ത് ഇതിൻ്റെ ഒരുപാട് പ്ലാന്റുകൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഇതിന് നല്ല റേറ്റാണ് വരുന്നത്. ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ. ഇത്രയും വലിപ്പത്തിലുള്ള ഇതൊക്കെ ഓഫ്ലൈൻ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. ഓൺലൈന് ഇത് അയക്കാൻ നമുക്ക് കഴിയത്തില്ല, കാരണം അത്രയ്ക്കും നല്ല ഹൈറ്റിൽ സെറ്റ് ചെയ്തേക്കുന്ന പ്ലാന്റാണ് കേട്ടോ. കണ്ടോ, ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. അപ്പോൾ ആരെങ്കിലും എൻ്റെ നാട്ടുകാർ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഓഫ്ലൈനായി ഈ പ്ലാന്റ് വാങ്ങണമെങ്കിലും ഇങ്ങനെ പോട്ടടക്കം ഈ പ്ലാന്റ് വാങ്ങണമെങ്കിലും നമ്മുടെ വീട്ടിൽ വരാവുന്നതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെയാണ് നമ്മുടെ നഴ്സറിന്ന് ഞാൻ പറയാറുണ്ടല്ലോ. കണ്ടില്ലേ, ഇത്രയും മനോഹരമാണ്. പച്ചപ്പ് ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഒരു പ്ലാന്റ് ഇഷ്ടപ്പെടും കേട്ടോ. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കാറില്ലേ, നമ്മുടെ വീടിനകമൊക്കെ നല്ല പച്ചപ്പിൽ കാണണം, നല്ല പോസിറ്റീവ് എനർജി കിട്ടണം എന്നൊക്കെ. അങ്ങനെയുള്ളവർക്ക് കണ്ടില്ലേ, ഇതേപോലെ നല്ല ഡാർക്ക് പച്ചയിലാണ് നിൽക്കുക. നമ്മുടെ കണ്ണിന് നല്ലൊരു കുളിർമയേകുന്നൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ചൈന ഡോൾ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഇത് കണ്ടോ, എന്ത് മനോഹരമാണ് ഈ ചെടിയെന്ന്. ഇത് കണ്ടോ, പൊളിയല്ലേ. ഇതിൻ്റെ ലീഫുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നുണ്ടോ? ഇത് കണ്ടു കഴിഞ്ഞാലേ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ചെടിയാണെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ കേട്ടോ. ഇത് നാച്ചുറൽ ആണെന്ന് തോന്നില്ല. ഇത് നമുക്കാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലീഫുകൾ വേഗമൊന്നും ഡാമേജ് വന്ന് പോവാറേ ഇല്ല. ഒരുപാട് കാലം നിൽക്കും ഇതിൻ്റെ ലീഫുകൾ. അതുപോലെ തന്നെ നമ്മൾ മിക്ക റെസ്റ്റോറൻറ്റിൽ കയറിയാലും ഗാർഡനിലായിക്കോട്ടെ എവിടെയും ഈ ഒരു ചെടിയെ കാണാൻ കഴിയും. നന്നായിട്ട് സെയിൽ നടക്കുന്ന ഒരു പ്ലാന്റാണിത്. ഈ പ്ലാന്റിൻ്റെ പേരാണ് ചൈന ഡോള്. പിന്നെ ഇതിന് ഒരുപാട് നല്ല കെയറിങ് ഒന്നും വേണ്ട. ആകെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഷെയ്ഡ് ഭാഗത്ത് വെച്ച് കൊടുക്കണം. തണലാണ് ആവശ്യം. ഡയറക്റ്റ് സൺലൈറ്റൊക്കെ അടിക്കുന്ന ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയും ഇനി വെയിലടിച്ചാൽ ഇത് കണ്ടോ, ലീഫിൽ ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇത് കണ്ടോ, ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് ഉള്ളത്. അപ്പം ഒരു തൈക്ക് വരുന്ന റേറ്റ് 200+ EC ആണ് കേട്ടോ. അപ്പോൾ കട്ടിങ്സ് വരുവാണെങ്കിൽ 100+ ECയും വരും കേട്ടോ. അതുപോലെ തന്നെ ചെറിയ കട്ടിങ്സ്, അതായത് ഈ ഒരു പ്ലാന്റ് വെച്ച് പിടിപ്പിക്കാൻ ഒരുപാട് കട്ടിങ്സ് ഒന്നും വേണ്ട ആവശ്യമില്ല. ചെറിയ കട്ടിങ്സ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 100ൻ്റെ കട്ടിങ്സ് വേണ്ടെങ്കിൽ 50ൻ്റെ കട്ടിങ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ അളവിലും സൈസിലും വ്യത്യാസം ഉണ്ടായിരിക്കും. കണ്ടില്ലേ, ഈ ചെടികൾ ഇങ്ങനെയാണ്, ഇത്രയും മനോഹരമായിട്ടാണ് ഇരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചട്ടിയിൽ നട്ട് കൊടുത്ത് ഒരു 3 ഇഞ്ചൊക്കെ ആ ചട്ടിയിൽ നിന്ന് ഒന്ന് പൊങ്ങിക്കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ഭംഗിക്ക് ഒരുപാട് എത്തുകളൊക്കെ പൊട്ടിയിട്ട് ബുഷിയാക്കി നിർത്താൻ കഴിയും. ഇതിങ്ങനെ മരം പോലെ പോയേക്കുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇത്രയും വലിയ ചെടിയാണോ ഒരു ഇൻഡോർ പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞത്. ഇത് എനിക്ക് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് നട്ടുപിടിപ്പിച്ചേക്കുന്ന എൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഇരിക്കുന്ന ചട്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എന്താ പറയുക, ഇതിന് ഒരുപാട് സ്ഥലമൊന്നും വേണ്ട എന്ന് പറയുന്നതിന് കാരണം ഇത് കണ്ടോ, ഇത് ഇത്രയും ചെറിയ ചട്ടിയിലാണ് വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. കണ്ടോ. പിന്നെ എനിക്ക് ഇവിടെ ഒരു സ്ഥലത്തിൻ്റെ കുറവുണ്ട്. ഞാൻ അങ്ങോട്ട് ചരിച്ച് പിടിച്ച് ബുഷ് ഓറഞ്ചിൽ കെട്ടിക്കൊടുത്തേക്കാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.